ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ജൂലൈ 31 ബുധനാഴ്ച ചന്ദ്രൻ മിഥുന രാശിയിലേക്ക് നീങ്ങാൻ പോകുന്നു. ഇടവരാശിയിൽ ചന്ദ്രനും വ്യാഴവും കൂടിച്ചേർന്ന് ഗജകേസരി യോഗം രൂപപ്പെടുന്നു. കൂടാതെ ഇന്ന് ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയാണ്. ഈ തീയതിയിൽ കാമിക ഏകാദശി വ്രതം ആചരിക്കും. കാമിക ഏകാദശി വ്രതാനുഷ്ഠാന നാളിൽ സദ്വാർത്ഥ സിദ്ധി യോഗവും ധ്രുവയോഗവും രോഹിണി നക്ഷത്രവും ഗജകേസരി യോഗവും ചേർന്നുള്ള ശുഭകരമായ സംയോജനമാണ് നടക്കുന്നത്. ജ്യോതിഷപ്രകാരം 4 രാശിക്കാർക്ക് ഇന്ന് രൂപം കൊള്ളുന്ന ശുഭകരമായ യോഗങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ പോകുന്നു. ഈ രാശിക്കാർക്ക് സമ്മാനങ്ങളും ബഹുമതികളും ലഭിക്കും. കുടുങ്ങിക്കിടക്കുന്ന പണം പെട്ടെന്ന് ലഭിക്കും. ജാതകത്തിൽ ബുധന്റെ സ്ഥാനം ബലപ്പെടുകയും തടസ്സങ്ങൾ നീക്കുന്ന ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും. ജൂലൈ 31 ബുധനാഴ്ച ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം കൈവരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ രാശി ഇടവം ആണ്. ജൂലൈ 31 ബുധനാഴ്ച ഇടവരാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. ഗണപതിയുടെ അനുഗ്രഹത്താൽ ഇടവരാശിക്കാരുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജ്ജം ലഭിക്കുകയും ചെയ്യും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇന്ന് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. നിങ്ങൾ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനും നിങ്ങളുടെ തത്വങ്ങൾ പാലിക്കാനും ശ്രമിക്കും. ജീവിതത്തിൽ പലതും നേടാനുള്ള ആഗ്രഹം ഉണരുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യും. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും മൂലം മനസ്സും സന്തോഷിക്കും. അവിവാഹിതർക്ക് ഇന്ന് ഒരു നല്ല ദിവസമായിരിക്കും. മിഥുനം ആണ് അടുത്ത രാശി. ഇന്ന് മിഥുന രാശിക്കാർക്ക് ശുഭവും ഫലദായകവുമാണ്. ഇന്ന് നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയെ കാണും. അവരുടെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശ ലഭിക്കും. ബിസിനസ്സുകാർക്ക് ഇന്ന് വിജയകരമായ ദിവസമാണ്. വലിയ ഇടപാടുകൾ നല്ല ലാഭം കൊണ്ടുവരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജോലിയുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്യും. നിങ്ങളുടെ ചിന്തകളിൽ നല്ല മാറ്റങ്ങൾ വരും. കുടുംബജീവിതവും ദാമ്പത്യജീവിതവും നല്ലതായിരിക്കും. വൃശ്ചികം ആണ് അടുത്ത രാശി. ജൂലൈ 31 വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കുകയും ദൈവത്തിലുള്ള നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വിദേശയാത്രകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുകയും പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയും ചെയ്യും. ഈ രാശിക്ക് കീഴിലുള്ള ആളുകൾക്ക് ഗണപതിയുടെ കൃപയാൽ ഇന്ന് ഒരു നല്ല ഓഫർ ലഭിച്ചേക്കാം. അത് നിങ്ങളുടെ കരിയറിൽ സംതൃപ്തി നൽകുകയും ഇഷ്ടമുള്ള ജോലിക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട അവസരങ്ങളും പുരോഗതിയും ലഭിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. കുടുംബത്തിലെ ഏതെങ്കിലും തർക്കങ്ങളും ഇന്ന് അവസാനിക്കും. അടുത്ത രാശി ധനുരാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. ധനുരാശിക്കാർക്ക് ഇന്ന് ഭാഗ്യം അനുകൂലമാകുകയും നിങ്ങൾ വളരെക്കാലമായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ നല്ല വാർത്തകൾ ലഭിക്കും. വീട്ടിൽ നടക്കുന്ന ശുഭകാര്യങ്ങളിൽ നിങ്ങൾ സന്തുഷ്ടരാകും. സമ്പത്ത് സമ്പാദിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി കാണുകയും സന്തോഷം നേടുകയും ചെയ്യും. വിവാഹിതർക്ക് നല്ല ഗാർഹിക ജീവിതം ഉണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുടെ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. ബിസിനസ്സുകാർക്ക് നല്ല ദിവസമായിരിക്കും. ഭാവി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് അനുകൂലമായ സമയമാണ്. ജോലിക്കാർക്ക് ഓഫീസർമാരുമായും സഹപ്രവർത്തകരുമായുമുള്ള ബന്ധം മികച്ചതായിരിക്കും. കുടുംബജീവിതം നല്ലതായിരിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഉണ്ടാകും.